നിങ്ങളാണ് താരം. You are the star. With RJ Shiffin. നമ്മൾ പ്രവാസ ലോകത്തായിരിക്കുന്ന കാലത്തോളം നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു എക്സ്ട്രാ കെയർ എപ്പോഴും ആവശ്യം തന്നെയാണല്ലേ. നമ്മളിവിടെ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്കും ഒരു സമാധാനം ഉണ്ടാവുക. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 കൂടെയുണ്ട് അജയ് ഷിഫിൻ. നമ്മൾ പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. എന്നാൽ നോർക്ക കെയറിനെ കുറിച്ചും നോർക്ക കെയർ പ്ലസിനെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് റേഡിയോ മലയാളത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. എന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ് ഖത്തറിലെ സാമൂഹിക പ്രവർത്തകനും അതോടൊപ്പം തന്നെ ലോക കേരള സഭ അംഗവുമായ ശ്രീ അബ്ദുൽ റൌഫ് കൊണ്ടോട്ടി. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ നോർക്ക കെയറിന്റെ കാര്യത്തിലാണെങ്കിലും നോർക്ക പ്ലസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് പേർക്കാണ് അത് ഉപയോഗകരമായിട്ട് മാറിയത് അല്ലേ. അതായത് ആദ്യമായിട്ട് ഇത് തുടങ്ങിയത് നമ്മുടെ 5 ലക്ഷം രൂപ വരെ കവർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്ന ഖത്തറിൽ തന്നെ ഈ 5 ലക്ഷം രൂപയും ഇതിനകം തന്നെ കംപ്ലീറ്റ് എക്സോസ്റ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകളെ നമുക്കറിയാം. അതുപോലെ ഭാഗികമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെയൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് വീണ്ടും നമ്മുടെ ആളുകൾക്ക് കൂടുതൽ തുകക്ക് 1 കോടി രൂപ വരെ നമുക്ക് ചേരാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇപ്പോൾ സർക്കാർ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ധാരാളം ആളുകൾ ഇതിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്കീമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മളൊക്കെ കുറച്ച് പ്രയാസത്തിലാണെങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. നോർക്ക കെയർ ആൻഡ് നോർക്ക കെയർ പ്ലസ്, നമുക്ക് ഓരോന്നിനെ കുറിച്ചും കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ നോർക്ക കെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ, നോർക്ക കെയർ എന്ന് പറയുന്നത് നിലവിലുള്ള, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ നവംബർ 30 വരെ ആളുകൾ ചേർന്ന് അതാണ് നോർക്ക കെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ളത് നോർക്ക കെയർ പ്ലസ്. അപ്പോൾ ഇതിനെ രണ്ടിനും കൂടെ ഏകദേശം മെർജ് ചെയ്തു. അപ്പോൾ നോർക്ക കെയർ പ്ലസ്സിൽ അതിൽ തന്നെ നമുക്ക് നേരത്തെ പോലെ 5 ലക്ഷം രൂപ വരെ ഉള്ള കവറേജ് ചെയ്യുന്ന പോളിസി നിലവിലുണ്ട്. സെയിം, അതായത് ഒരു കുടുംബത്തിന് ഒരു പ്രവാസി, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ 2 കുട്ടികൾ, അവർക്ക് മൊത്തം 13,411 രൂപയാണ് ഇതിന് പ്രീമിയം ആയിട്ട് വരുന്നത്. അത് അങ്ങനെ തന്നെ നിലവിലുണ്ട്. നേരത്തെ ധാരാളം ആളുകൾക്ക് ആ സമയത്ത് ചേരാൻ പറ്റാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചേരാം. ഇപ്പോൾ നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്നത് ഈ 5 ലക്ഷം രൂപ ഇപ്പോൾ പ്രവാസ ലോകത്തുനിന്ന് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് കൂടുതൽ തുകക്ക് ഇത് വേണമെന്നുള്ളത്, അത് അംഗീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ നോർക്ക കെയർ പ്ലസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ അടക്കം 10 ലക്ഷം രൂപ, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി വരെ നമുക്ക് ഇൻഷുർ ചെയ്യാനുള്ള അവസരമുണ്ടായി. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ് പ്രവാസിക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ മാതാപിതാക്കൾക്കോ, അതായത് ഇൻലോസ്, അവർക്ക് 80 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് ഇതിൽ ചേരാവുന്ന ഒരു രൂപത്തിലാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 80 വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആർക്കും തന്നെ മെഡിക്കൽ ചെക്കപ്പിന്റെ ഒരു നിബന്ധനയുമില്ല. രണ്ടാമത്, നിലവിൽ ഏത് അസുഖങ്ങളുള്ള ആളുകൾക്കും അവർക്കും ഇതിനകത്ത് അംഗങ്ങളാവാം, അവർക്കും അതിന്റെ ആനുകൂല്യങ്ങളുണ്ട്. ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതിൽ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് നമുക്ക് മരുന്നുകൾക്ക് എഴുതി ആ റീഎംബേഴ്സ്മെന്റ് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇത് നമ്മുടെ കിടത്തി ചികിത്സക്കുള്ളതാണ്. ഇതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കിടത്തി ചികിത്സയുടെ സമയത്താണ് ഈ 5 ലക്ഷമാണെങ്കിലും 1 കോടി രൂപ വരെ നമുക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ 1 മാസം മുമ്പ്, 30 ദിവസം മുമ്പ് വരെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക്, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഒരു എക്സ്റേ എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്കാനിങ് വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രോഗവുമായി അഡ്മിഷന് വേണ്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ഈ 30 ദിവസം വരെയുള്ള മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് 5,000 രൂപ വരെ ലിമിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ 5,000 രൂപ വരെ കിട്ടുന്നത് അവരെ പോസ്റ്റ് ഡിസ്ചാർജ്, അതിനും ഇതുപോലെ തന്നെ 30 ദിവസത്തിൻ്റെ ഉള്ള കാര്യങ്ങൾക്ക് 5,000 രൂപ വരെ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഭാര്യമാരുടെ ഡെലിവറി അഡ്മിഷൻ ഇതിൽ ബാധകമല്ല. ഡെലിവറി ഒരു അസുഖമായിട്ടല്ലല്ലോ കാണുന്നത്.
കാണുന്നത്. പക്ഷേ ആ ഡെലിവറി നടന്നു, പക്ഷേ ഡെലിവറി സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടായി, അപ്പോൾ ആ സ്ത്രീക്ക് തന്നെ പ്രയാസം ഉണ്ടായി, ആ സ്ത്രീനെ വീണ്ടും അഡ്മിറ്റ് ചെയ്യുന്നു, അപ്പോൾ അത് നമുക്കതിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ജനിച്ച കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളെ നമുക്ക് ആഡ് ചെയ്യാനും, പുതിയ കുട്ടീനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല അവർക്ക് ആ നവജാത ശിശുവിന് ട്രീറ്റ്മെന്റ് വേണ്ടി വരികയാണെങ്കിൽ, അതായത് കിടത്തി ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിനും അവർക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകുമെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഓക്കെ 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 നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം കടന്നു വരുന്നത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഈ ഒരു സൗകര്യമുണ്ട്, ഈ ഇൻഷുറൻസിന്റെ പരിഗണന കിട്ടുമെന്നുള്ള കാര്യം. അതായത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് കിട്ടും, പക്ഷെ 2 രൂപത്തിലാണ്. ഒന്ന് ക്യാഷ്ലെസ്, അതായത് കേരളത്തിൽ ഒരു 800ഓളം ഹോസ്പിറ്റലുകൾ, അത് ഓരോ ജില്ല തിരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ അത് അവരുടെ സൈറ്റ് വഴി നമ്മളുടെ അതിലേക്ക് ലോഗിൻ ചെയ്ത് അതിന്റെ പ്രൊഫൈലിൽ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തം ഹോസ്പിറ്റലുകൾ, ജില്ലാടിസ്ഥാനത്തിലുള്ള ഹോസ്പിറ്റലുകൾ എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസിന്റെ വിവരങ്ങൾ അവിടെയുള്ള അവരുടെ ഇൻഷുറൻസ് ഡെസ്കിൽ വിവരങ്ങൾ അറിയിച്ച് അതിന്റെ ചെറിയ 1-2 പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ്ലെസ് ആയിട്ടാണ് അവർക്കത് കിട്ടുക. ആ ചികിത്സകൾ കംപ്ലീറ്റ്, അതായത് ഹോസ്പിറ്റലിൽ അവരിൽ നിന്ന് റിക്കവർ ചെയ്തു. അതേ സമയത്ത് ഇപ്പോൾ നമുക്കൊരു അടിയന്തരമായിട്ട് ഈ ഇതൊന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു, വീടിന്റെ അടുത്ത് ഈ ഹോസ്പിറ്റലുകളില്ല. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഈ ഹോസ്പിറ്റലുകളുണ്ട്, നമ്മുടെ മിക്കവാറും ഗ്രാമങ്ങളിൽ പോലും ഈ ഹോസ്പിറ്റലുകളുണ്ട്. എങ്കിൽ പോലും ഇല്ലാത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഇത് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റീഇംബേഴ്സ് ചെയ്യേണ്ട ഫോമും കാര്യങ്ങളും നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചികിത്സയുടെ വിവരങ്ങളെല്ലാം അതിലേക്ക് കൃത്യമായി ചെയ്ത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ സിഗ്നേച്ചറും സ്റ്റാമ്പും വാങ്ങിയതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ക്യാഷ് റീഇംബേഴ്സ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ പ്രീമിയവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ തുടങ്ങി. നമ്മളിപ്പോൾ നോക്കൂ, നവംബർ 30 ശേഷം ഇപ്പോൾ എത്ര മാസമായിട്ടുള്ളൂ അല്ലെ, ഒരു 4 മാസത്തെ, ഇപ്പോൾ ഏപ്രിൽ മാസം ആയിട്ടില്ല, ഇപ്പോൾ തന്നെ 80 കോടി രൂപ ഈ ആളുകൾക്ക് ഈ പണം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ അതിന്റെ ഒരു നടത്തിപ്പ് കൂടെ നമുക്കറിയാം, ഒരു സാധാരണ ഒരു ഇൻഷുറൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് എത്രത്തോളം അത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ 2ാമത് രൂപത്തിലേക്ക് ഇത് വന്നിട്ടുള്ളത്. യെസ്, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോർക്ക കെയറിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയാം. നോർക്ക കെയറിന്റെ പ്രീമിയം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ നോർക്ക പ്ലസിലേക്ക് വരുന്ന സമയത്ത് എത്ര രൂപയാണ് അതിന്റെ പ്രീമിയം വരുന്നത്, അതിന്റെ ഓരോ ടൈം എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ നോർക്ക കെയർ പ്ലസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രവാസിയുടെ ഭാര്യ 2 കുട്ടികൾ, അവർക്ക് 10 ലക്ഷം കവർ ചെയ്യണമെങ്കിൽ 25,411 രൂപയാണ് വേണ്ടത്. 15 വർഷമാണെങ്കിൽ 34,294, 20 വർഷമാണെങ്കിൽ 36,791 രൂപയും, 25 വർഷമാണെങ്കിൽ 38,691 രൂപയും, 50 ലക്ഷമാണെങ്കിൽ 40,298 രൂപയും, 1 കോടി അതായത് 100 ലക്ഷമാണെങ്കിൽ 51,013 രൂപയുമാണ് നമുക്ക് വേണ്ടത്. അതായത് 1 കോടി കവർ ചെയ്യണമെങ്കിൽ 5 ലക്ഷവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 37,602 രൂപ മാത്രമാണ് ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം. ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവാസി, അദ്ദേഹത്തിന്റെ ഭാര്യ, 2 മക്കൾ എന്നുള്ള രൂപത്തിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു ദിവസം ഇന്ത്യയിലെ രൂപ 140 രൂപയോളം. അതായത് നമ്മളൊരു 5.52 അല്ലെങ്കിൽ ഒരു 6 റിയാല് ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് നമുക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 1 കോടി രൂപയുടെ ഈ ഇൻഷുറൻസ് നമുക്ക് ലഭ്യമാണ്. ഈ ഇൻഷുറൻസിന്റെ ഒക്കെ ഒരു വേറൊരു പ്രത്യേകത കൂടെ എന്താന്ന് പറയാം, ഇതില് അംഗമായി ചേരുന്ന, അതായത് പ്രഥമ മെമ്പർ, അതായത് പ്രവാസിയായിട്ടുള്ള ആൾക്ക് ഒരു ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചാൽ, ഈ ചികിത്സക്ക് പുറമെ 1 കോടി രൂപയുടെ ചികിത്സക്ക് പുറമെ ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചാൽ അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചാൽ അവരെത്രയാണോ സം അഷ്യൂർഡ് ചെയ്തിട്ടുള്ളത്, 1 കോടി രൂപയാണെങ്കിൽ ആ 1 കോടി രൂപയും ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അവർക്ക് എക്സ്ട്രാ ഇതിന് പുറമെ ആ 1 കോടി രൂപയും നമുക്ക് കവർ, അതായത് ഒരു പേഴ്സണൽ ആക്സിഡന്റ് പോളിസി കൂടെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇത് ഏത് വന്നാലും ഇതിൽ പെടുന്ന ആരും ഇതുപോലെ അപകടത്തിൽ മരണപ്പെട്ടാലും അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വിദേശത്തുള്ള ആളുകൾക്കാണെങ്കിൽ 50,000 രൂപ വരെയും ഇതിനകത്തുനിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആർക്കും ഒരു മെഡിക്കൽ ചെക്കപ്പിന്റെ ആവശ്യമില്ല,
എക്സിസ്റ്റിംഗ് അസുഖമുള്ള ആളുകൾക്കും ഇത് ബാധകമാണ്. അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ഇത് പിന്നെ നടപ്പിലാകുന്ന തീയതി മുതൽ, അതായത് ഏപ്രിൽ 15, ഏപ്രിൽ 12 ഇതിന് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഏപ്രിൽ 15 മുതൽ ഒരു വർഷം വരെ നിലവിൽ അസുഖമുള്ള ആളുകൾക്കും അവരുടെ കിടത്തി ചികിത്സക്ക് ഇത് ലഭ്യമാവും. പക്ഷേ എന്നാലും സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് നമ്മുടെ ഒരു ഫാമിലിക്ക്, അതായത് മാതാപിതാക്കളില്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 25,411 രൂപയാണെങ്കിൽ പാരൻസിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ 66,398 രൂപ നമ്മൾ അധികം നൽകാം. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത് 40,987 രൂപ. 2 പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ആ പാരൻസിനെ നമ്മൾക്ക് വേണ്ടി അധികമായിട്ട് ചെലവാക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ 10 ലക്ഷത്തിനാണ് ഈ ഇത്രയും വലിയ ഒരു 40,987 രൂപ കൂടുതൽ വരുന്നത്. പിന്നീട് വരുന്ന ഓരോ 10 ലക്ഷം 20 ലക്ഷം ആകുമ്പോഴേക്ക് അതിൽ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഒരു 20 ലക്ഷം എടുക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ 40,987 50,275 ആവും. അതായത് 18,171 ഡിഫറൻസ് ആണ് വരുന്നത്. ഇരട്ടി വരുന്ന സമയത്ത് പോലും 1 കോടി രൂപയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് സാധാരണ നമ്മളൊരു കാൽക്കുലേഷനിൽ സാധാരണ ആയിട്ടുള്ള നമ്മളുടെ കുടുംബം, പാരൻസ് ഇല്ലാത്ത കുടുംബത്തിന് 51,013 ആണെങ്കിൽ പാരൻസ് ഉണ്ടെങ്കിൽ അത് 1,20,139 ആവും. അതായത് 69,126 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതൊരു വലിയ വ്യത്യാസമായിട്ട് സാധാരണ പ്രവാസികൾക്ക് അനുഭവപ്പെടും എന്നുള്ളത്. അതായത് മാതാപിതാക്കളിലോ അല്ലെങ്കിൽ ഇൻലോസോ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി മാത്രം നമ്മൾ 51,000 എന്നുള്ളത് 69,000, അതായത് ഇരട്ടിയിലധികം, ഏകദേശം ഒരു 110% ഈ 2 പേർക്കും കൂടെ നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. എങ്കിലും കമ്പാരിറ്റീവ്ലി മറ്റ് ഇൻഷുറൻസുകൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രീമിയത്തെക്കാൾ കുറഞ്ഞ എമൗണ്ട് തന്നെയാണ്. എങ്കിലും പ്രവാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് 1 കോടി കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ കുടുംബമാണെങ്കിൽ 2 ആൾക്ക് വേണ്ടി മാത്രം നമ്മൾ 69,126 രൂപ കൂടുതൽ അടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 4 ഓപ്ഷനാണ്. ഒന്ന് സെൽഫ്, നമ്മൾ ഒറ്റക്കാകുന്ന സമയത്ത് 5 ലക്ഷം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് 8,100 രൂപകളാണ് നമുക്ക് വരുന്നത്. ഒന്ന് സെൽഫ്. രണ്ടാമത് വരുന്നത് നമ്മളും ഭാര്യയും 2 മക്കളും, അഡീഷണൽ 3 മക്കളെയും കൂടെ ചേർക്കുക, അതിന് അഡീഷണൽ കൊടുക്കണം. പിന്നെ മറ്റൊന്ന് വരുന്നത് നമ്മളും നമ്മുടെ ഭാര്യയും 2 മക്കളും, അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളും ഇൻലോസ് ആയിട്ടുള്ള 2 പേര്, ഓക്കെ, ഇവരും കൂടെ കൂടുന്നത്. പിന്നെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് വരുന്നത് നമ്മളും ബാച്ചലറായ ഒരാൾ അല്ലെങ്കിൽ മക്കളില്ലാത്ത ഒരു പ്രവാസി ആണെന്നുണ്ടെങ്കിൽ, വിഭാര്യനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കും അദ്ദേഹത്തിന്റെ ഈ ഇൻലോസിനോ അല്ലെങ്കിൽ മാതാപിതാക്കളെ ചേർക്കുന്നതിനുള്ള താരിഫും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് എന്താണോ സ്യൂട്ടായത്, ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ 10 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിന് 13,411 രൂപയാണ്. ഒരു 12,000 രൂപ കൂടെ കൂടുതൽ കൊടുത്താൽ 10 ലക്ഷം രൂപ നമുക്ക് കവർ ചെയ്യും. അതുപോലെ തന്നെ 15 ലക്ഷം ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 20,000 രൂപ 21,000 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 15 ലക്ഷത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നീട് വരുന്നതിനൊക്കെ 20 ലക്ഷം 25 ലക്ഷത്തിനൊക്കെ 2,497 രൂപ അതിനേക്കാൾ കൂടുതൽ കൊടുത്താൽ. മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത വർഷത്തിൽ കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ നമുക്കുള്ള സ്കീമിലേക്ക് പോകാനും പറ്റുമെന്നുള്ളതാണ് പറയാനുള്ളത്. നോർക്ക കെയറിലേക്ക് വരികയാണെങ്കിൽ അതിൽ നമ്മുടെ പാരന്റ്സിനേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മുടെ നോർക്ക കെയർ ആൾറെഡി ഉള്ളതിൽ ഒരാൾക്ക് അത് ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മാതാപിതാക്കളെ ഒരു 10 ലക്ഷം രൂപയുടെ, അതായത് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് നമ്മളൊരു 25,411 രൂപയും കൂടെ മുടക്കി അതിലേക്ക് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 15 ലക്ഷം രൂപയുടെ പരിരക്ഷ ഉണ്ടായിരിക്കും. നേരത്തെ 5 ലക്ഷം രൂപയുടെയും ഇപ്പൊ ഇതും കൂടെ ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ നമുക്കത് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അത് നിരവധി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാക്കുക, 5 ലക്ഷം രൂപയുടെ ആൾറെഡി ഉള്ള ആളുകൾക്ക് അതിൽ ചേർക്കാൻ സാധിക്കില്ല. എന്നാൽ 10 ലക്ഷം രൂപയിലേക്ക് മാറി, അതായത് 25,000 നമ്മൾ പറഞ്ഞ പോലെ 25,411 രൂപ കൂടെ കൊടുത്ത് നമ്മൾ ചേരുകയാണെങ്കിൽ മൊത്തം നമുക്ക് 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്ക് കവർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ റീഇംബേഴ്സ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വീണ്ടും പലർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ട്സ് വീണ്ടും
ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കൊരു അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഷുഗർ ഉണ്ട്, അയാൾ നിത്യം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അയാളുടെ മരുന്നിന്റെ അത് റീഇംബേഴ്സ്മെന്റ് കിട്ടും, അങ്ങനെ ഇല്ല. അത് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോസ്പിറ്റലുകളിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് ഇതിൻ്റെ പോളിസിയിൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതെല്ലാം വായിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഏറ്റവും സിമ്പിളായിട്ടാണ്, സാധാരണ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഇതിനകത്ത് ഇല്ല, എന്നാലും നമ്മളതൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് നമുക്ക് ഗൂഗിൾ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എല്ലാം ഓൺലൈൻ വഴിയാണ്. പിന്നെ നമ്മളിപ്പോൾ പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളതാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. നേരത്തെ നോർക്ക കെയർ തുടങ്ങിയ സമയത്ത് ഒരുപാട് ഡേറ്റുകൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഒരു ഇലക്ഷൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നോർക്കയുടെ സിഇഒയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ നോർക്ക ID നിർബന്ധമാണ് ഇതിനകത്ത് ചേരാൻ എന്നുള്ള കാര്യം കൂടെ ബോധിപ്പിക്കുന്നു. നോർക്ക ID എടുക്കാൻ എല്ലാവർക്കും നോർക്കയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ID എടുക്കാം. ആ ID അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. നാട്ടിലേക്ക് ID പോകണം അങ്ങനത്തെ യാതൊരു സംഭവവും ഇല്ല. ഇപ്പോൾ ഒരു 24 hours തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ നോർക്ക കെയർ പ്ലസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ OTP നമ്മുടെ ഇമെയിലോ കൊടുത്തതിൽ OTP വരും, അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോമിനിയെ നമ്മൾ കൃത്യമായി കൊടുക്കുക. നോമിനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആക്സിഡൻറ്റ് പോളിസി ഇതിനകത്തുണ്ട്. ഇപ്പോൾ 1 കോടി രൂപയൊക്കെ എടുത്ത ആളുകൾ നോമിനിയെ കൃത്യമായി കൊടുക്കുക. നോമിനിയെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വാലിഡായിട്ടുള്ള മൊബൈൽ നമ്പറും കൂടെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. റേഡിയോ മലയാളത്തിലൂടെ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതിൽ ഇനിയും ഇടപെടലുകൾ ഒരുപാട് നടത്താനായിട്ട് പറ്റട്ടെ. തീർച്ചയായിട്ടും റേഡിയോ മലയാളം 98.6 എപ്പോഴും ഒരു യൂട്ടിലിറ്റി റേഡിയോ എന്നുള്ള രൂപത്തിലും പൊതുജനങ്ങൾക്ക് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ അറിവ് കൊടുക്കാനും അവരോടൊപ്പം നിൽക്കുന്നതിനും ഒരുപാട് നന്ദി